ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ 13ാമത്തെ നോമ്പാണ്. ഇന്ന് വെള്ളിയാഴ്ചയാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ നോമ്പ് തുറ വിശേഷങ്ങളൊക്കെ കാണാം. മക്കളിതാ പള്ളിയിലൊക്കെ പോയി. പിന്നെ ഞാൻ നേരത്തെ തന്നെ ഒന്ന് അടുക്കളയിലേക്ക് കയറേണ്ടി വന്നു. ഇന്നത്തെ ഇഫ്താർ ഡ്രിങ്ക് നേരത്തെ ഒന്ന് തണുക്കാനായിട്ട് തയ്യാറാക്കി വയ്ക്കണം. അതിനായിട്ട് ഒരു പാൻ എടുത്തിട്ട് അതിലേക്ക് ഞാൻ ഒരല്പം നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് സേമിയ ഇട്ടിട്ട് ഒന്ന് വറുത്തെടുക്കുന്നുണ്ട്. അതിനുശേഷം ഇതിലേക്ക് പാലൊഴിച്ച് കൊടുക്കണം. പാലൊഴിച്ച് കൊടുത്തിട്ട് ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ ചേർത്ത് കൊടുത്തിട്ട് പിന്നെ ഇതിൽ മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കണം. എന്നിട്ട് നല്ലതുപോലെ ഈ സേമിയ ഒന്ന് വേവിച്ചെടുക്കണം. സേമിയൊക്കെ നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരല്പം വാനില എസൻസ് ആണ് ചേർത്ത് കൊടുക്കുന്നത്. കസ്റ്റാർഡ് പൗഡർ ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതി. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കിയെടുക്കാം. ഇനി ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ തണുത്തതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുക്കാം. ഇനി മോമോസ് തയ്യാറാക്കാനായിട്ട് ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതൊന്ന് വഴറ്റിയെടുക്കാം. ഒന്ന് വഴന്ന് വന്ന് അരിയുമ്പോഴത്തേക്ക് ഇതിലേക്ക് നമുക്ക് കുറച്ച് മസാലകളൊക്കെ ചേർത്ത് കൊടുക്കണം. മഞ്ഞൾപ്പൊടിയും പിന്നെ ഗരം മസാല, കുരുമുളക് പൊടി, മുളക് പൊടി ഇത്രയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ചേർത്ത് കൊടുക്കണം. ഞാൻ മറന്നു കേട്ടോ ചേർത്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ അതും കൂടെ ചേർത്ത് കൊടുക്കാനായിട്ട് മറക്കണ്ട. എന്നിട്ട് നല്ലതുപോലെ ആ പച്ചമണം മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കിയെടുത്തതിന് ശേഷം ഇതിലേക്ക് നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്ന ചിക്കനാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് നല്ലതുപോലെ ഇളക്കിയെടുത്ത് ഒന്ന് ചെറുതീയിൽ വെച്ച് അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്തെടുത്താൽ മതി. അപ്പോഴത്തേക്ക് നമ്മുടെ മോമോസിൻ്റെ ഫില്ലിങ് റെഡിയാവും. ഇന്നത്തെ മോമോസ് മൊത്തം ഒരു ഫ്ലോപ്പായിരുന്നു. അപ്പോൾ ഷേപ്പൊന്നും കിട്ടിയിട്ടില്ല. കിട്ടിയ ഷേപ്പിനൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പക്ഷേ കുക്ക് ചെയ്തെടുത്ത് കഴിഞ്ഞപ്പം നല്ലതായിരുന്നു. കാണാനൊരു ലുക്കില്ലെന്നേ ഉള്ളൂ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം പറ്റുന്നത് പോലൊക്കെ മാവ് ഇന്നത്തെ എന്തോ പറ്റിപ്പോയി. അങ്ങനെ ഈ ഷേപ്പിലൊക്കെ റെഡിയാക്കി വെച്ചു. ഉള്ളിയോടെ തയ്യാറാക്കാനായിട്ട് സവാള ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. കൂടെ പച്ചമുളകും ചെറുതായിട്ട് അരിഞ്ഞ ഇഞ്ചിയും കറിവേപ്പില എടുത്തിട്ടുണ്ട്. അതൊരു പാത്രത്തിലേക്ക് നമുക്ക് മാറ്റി കൊടുക്കാം. ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് കൈ കൊണ്ട് നല്ലതുപോലെ ഞെവിടിയെടുത്ത് കുറച്ച് നേരത്തേക്ക് മാറ്റി അടച്ചു വയ്ക്കാം. അന്നേരത്തേക്ക് ഈ ഉള്ളി നല്ലതുപോലെ സോഫ്റ്റായിട്ട് കിട്ടും. അപ്പോൾ അതവിടെ ഇരുന്ന് സോഫ്റ്റ് ആവുന്ന സമയം കൊണ്ട് നമുക്ക് രാത്രി ഇന്ന് ഇലയപ്പമാണ്. അതിനായിട്ട് ഗോതമ്പാവ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് കുറേശ്ശെ നമ്മുടെ പച്ചവെള്ളം ഒഴിച്ചിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്ത് നല്ല ലൂസ് പരുവത്തിൽ വേണം നമ്മുടെ ഇലയപ്പത്തിന് റെഡിയാക്കി എടുക്കാനായിട്ട്. അപ്പോൾ കുറച്ച് നേരം ഇരുന്നപ്പോൾ ഉള്ളി നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഒരല്പം മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് പിന്നെ ചേർത്ത് കൊടുക്കുന്നത് മൈദാമാവാണ്. കടലമാവ് വേണമെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. ഞാൻ മൈദാമാവാണ് ചേർത്ത് കൊടുക്കുന്നത്. ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഇളക്കി മിക്സ് ചെയ്തെടുത്ത് കഴിയുമ്പോൾ നമ്മുടെ ഉള്ളിവടയുടെ മിക്സ് റെഡിയായിട്ട് കിട്ടും. പിന്നെ ഇത് എണ്ണയിലിട്ട് വറുത്ത് കോരി എടുത്താൽ മതി. ഏലയപ്പം എല്ലാം പരത്തി അതിൻ്റെ ഫില്ലിംഗ് ആയിട്ട് തേങ്ങയും ശർക്കരയൊക്കെ വെച്ച് മടക്കി നല്ലതുപോലെ ആവിയേറ്റി എടുത്തിട്ടുണ്ട്. ഇന്നത്തെ ഇഫ്താർ ഡ്രിങ്കിനായിട്ട് കുറച്ച് ഫ്രൂട്ട്സ് എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ കയ്യിലുള്ള ഫ്രൂട്ട്സുകളൊക്കെ എടുക്കാം. അതിൻ്റെ കൂടെ കുറച്ച് ഈന്തപ്പഴം കൂടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച സേമിയ മിക്സിലേക്ക് ഈ ഫ്രൂട്ട്സ് എല്ലാം കൂടി ഇട്ട് കൊടുക്കാം. അതിനുശേഷം ടൂട്ടി ഫ്രൂട്ടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് കസ്കസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. ഇത് നല്ല കട്ടിയായിട്ടിരിക്കുന്നതുകൊണ്ട് ഞാൻ കുറച്ച് പാലും കൂടെ ചേർത്ത് കൊടുത്ത് കട്ടിയായിട്ട് ഇതേപോലെ കഴിക്കേണ്ടവർക്ക് നമ്മുടെ ഫ്രൂട്ട് സലാഡ് പോലെ കഴിക്കാം. അതല്ല കുറച്ച് കുടിക്കാനും കൂടെ വേണമെങ്കിൽ കുറച്ച് പാലും കൂടെ ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഞാൻ പാലും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്ത്
നല്ല അടിപൊളി ഡ്രിങ്കാണ്. നമുക്ക് വിശപ്പും ദാഹമൊക്കെ മാറും, എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല അടിപൊളി ടേസ്റ്റുമാണ്. മോമോസിൻ്റെ കൂടെ കഴിക്കാനായിട്ട് ഇതാ ഒരു സോസ് തയ്യാറാക്കുകയാണ്. ഒരു 2-3 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ട് ചില്ലി ഫ്ലേക്സ് ഇട്ടിട്ട് ഫ്ലെയിം ഓഫ് ചെയ്ത് അതിലേക്ക് ഒരല്പം ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്, മുളക് പൊടി, കുറച്ച് പഞ്ചസാരയും പിന്നെ കുറച്ച് സോയ സോസും കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കിയെടുത്ത് കഴിയുമ്പോൾ സോസ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ സോസ് ഞാൻ ഇന്ന് യൂട്യൂബിൽ കണ്ടതാണ്, ആദ്യമായിട്ടാണ് തയ്യാറാക്കി നോക്കുന്നത്. പക്ഷേ അടിപൊളി ടേസ്റ്റാണ്. ഈ എണ്ണ ഇച്ചിരി കൂടുതലുണ്ടെന്നേ ഉള്ളൂ. ആ ചില്ലി ഫ്ലേക്സ് കൂട്ടി മോമോസ് തിന്നാനായിട്ട് അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഇഫ്താറിന് ഇത്രയൊക്കെയാണ്. അപ്പോൾ അതാ നല്ല അടിപൊളി സോഫ്റ്റ് ഇലയപ്പമൊക്കെ കഴിച്ചു. ഇത്രയൊക്കെ ഉള്ളൂ ഞങ്ങളുടെ ഇന്നത്തെ നോമ്പുതുറ വിശേഷങ്ങൾ. എപ്പോഴും പറയുന്ന പോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കണ്ട കേട്ടോ. അപ്പോൾ നമുക്ക് ഇൻഷാ അല്ലാഹ് നാളെ നമ്മുടെ റമദാൻ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.